Hi students, in this lecture video we are going to discuss the next topic, that is assignment. So in the previous lecture we have already discussed the first control flow structure or mechanism, that is expression, how an expression is evaluated, and related to expression evaluation we have defined two terms, that is precedence and associativity. Okay, in this class we are going to start assignments. Okay, so the basic operation in imperative language is assignment. Assignment is one of the basic operation that we have performing in imperative languages. Okay, the main side effect of this operation is the change in memory. Assignments affect the whole state of the program in imperative languages. Okay, computation in imperative languages, computation means it's an ordered series of changes to the variables in computer memory. Changes are made by assignments. Evaluation of expressions may also have side effects, both statements and expressions. Okay, പ്രത്യേകിച്ച് ഒന്നുമില്ല. അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു ബി. A equal to B means what? We are assigning a value 5 to the memory location A. എ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മെമ്മറി ലൊക്കേഷനോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വി ആർ അസൈനിങ് ദ വേരിയബിൾ ഓർ വാല്യൂ 5. ഓക്കെ, അപ്പം നമ്മുടെ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് C++, ജാവ, ഓൾ ദീസ് ആർ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ്. ഈ ലാംഗ്വേജസിലെല്ലാം നമ്മൾ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്തെന്ന് പറയുന്നത്, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ ചേഞ്ചസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അല്ലേ? ഇപ്പം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. എങ്ങനെയായിരിക്കും നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് എഴുതാം? സി ഈസ് ഈക്വൽ ടു A സ്റ്റാർ B എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഈ ഒരു വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വി ആർ ചേഞ്ചിങ് ഓർ വി ആർ മേക്കിംഗ് സം ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാണ് നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ. അതേപോലെ യൂസിങ് ദിസ് അസൈൻമെൻറ്റ് ഓൾസോ വി ക്യാൻ പെർഫോം ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻസ്. ഇപ്പം C = A + B, ഇറ്റ് ഇസ് എൻ എക്സ്പ്രഷൻ. അതൊരു എക്സ്പ്രഷനാണ്. വാട്ട് ഇസ് എക്സ്പ്രഷൻ്റെ? എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവിടെ A+ അല്ലെങ്കിൽ A സ്റ്റാർ B എന്നതാണ് അവിടുത്തെ എക്സ്പ്രഷൻ. വി ആർ ഇവാലുവേറ്റിംഗ് ദാറ്റ് എക്സ്പ്രഷൻ ആൻഡ് അസൈനിങ് ദ വാല്യൂ ടു എ ന്യൂ വേരിയബിൾ. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് അസൈൻമെൻറ്റ്സ്, ഫങ്ഷണൽ ലാംഗ്വേജിൽ എന്തില്ല? അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മളവിടെ കൊടുക്കാറില്ല. അസൈൻമെൻറ്റ്, സിൻസ് ദർ ഇസ് നോ അസൈൻമെൻറ്റ് there have no side effects. അവിടെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വരില്ല. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പ്യൂർലി ഫങ്ഷണൽ ലാംഗ്വേജ്, കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് എനി എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ. സൈഡ് എഫക്ട്സ് അവിടെ പോസിബിൾ അല്ല. എക്സ്പ്രഷൻ ഇൻ പ്യൂർ ഫങ്ഷണൽ ലാംഗ്വേജ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റെഫറൻസിങ് എൻവയൺമെൻറ്റ്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇമ്പറേറ്റീവ് ലാംഗ്വേജസിലാണ്. ഇൻ ദ കേസ് ഓഫ് ഫങ്ഷണൽ ലാംഗ്വേജസ് ദർ ഇസ് നോ യൂസ്, അല്ലെങ്കിൽ ദർ ഇസ് നോ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ്. സിൻസ് ദർ ഇസ് നോ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ്, ദർ ഇസ് നോ സൈഡ് എഫക്റ്റ് ഓൾസോ. അവിടെ സൈഡ് എഫക്റ്റും വരില്ല. അവിടെ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്? എക്സ്പ്രഷൻസിൻ്റെ ഇവാലുവേഷനാണ് നമ്മളെന്തെന്ന് പറയുന്നത്, കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് ദർ ഇസ് നോ അസൈൻമെൻറ്റ്, there is no possibility for side effects also. Okay, then effect of any ഏതൊരു എക്സ്പ്രഷൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഓൺലി. ഓക്കെ, these are some of the shortcuts you are used in assignment. Okay, so mainly നമ്മൾ യൂസ് ചെയ്യുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റർ, then plus equal to, minus equal to, less than equal to, greater than equal to, not equal to, all these are assignment shortcuts. ഓക്കെ, നമ്മൾ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് B + = 1 എന്ന് പറഞ്ഞാൽ എന്താ? B + = 1 മീൻസ് B = B + 1. ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട്. B = B + 1ന് ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? B + = 1. ഓക്കെ, then multi-way assignments are also possible. എല്ലാ ലാംഗ്വേജസിലല്ല, സം ഓഫ് ദ ലാംഗ്വേജസ് സപ്പോർട്ട് multi-way assignments. For example, ML, Perl, Python, Ruby, all these languages allows multi
വേ അസൈൻമെൻറ്റ്സ്. മൾട്ടി വേ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് എ കോമ ബി ഈസ് ഈക്വൽ ടു സി കോമ ഡി മീൻസ് ഹിയർ വി ആർ അസൈനിങ് ദ വാല്യൂ ഓഫ് സി ടു എ ആൻഡ് ഡി ടു ബി. ഇൻ ദ കേസ് ഓഫ് സിയിലാണ് നമ്മളിത് എങ്ങനെ എഴുതും? നമ്മൾ എഴുതും എ ഈക്വൽ ടു സി ഇൻ വൺ സ്റ്റെപ്പ് ആൻഡ് ഇൻ അനദർ സ്റ്റെപ്പ് ബി ഈക്വൽ ടു ഡി. സിക്കകത്ത് മൾട്ടി വേ അസൈൻമെൻറ്റ് പോസിബിൾ അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ML, Perl, Python and Ruby, multi-way assignments are possible. An example പറഞ്ഞിരിക്കുകയാണ് a comma b equal to c comma d means we are assigning the value of c to a and d to b. Okay. Next, defines a tuple equivalent to a equal to c, b equal to d. ഈ എക്സാമ്പിളിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. Here, this is a multi-way assignment. A comma b is equal to c comma d which is equivalent to a equal to c and b equal to d. Okay. Next, a comma b equal to b comma a. What does it mean? Here we are performing a swapping operation. Whether it is possible in C-ക്കകത്ത് ഇത് പോസിബിൾ അല്ല. C-ക്കകത്ത് മിക്കവാറും നമ്മളൊരു either we use a pointer or we will use a third variable. So in some languages swapping is just a comma b is equal to b comma a. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലാംഗ്വേജ് വി ആർ യൂസിങ് വി ക്യാൻ ഹാവ് മൾട്ടി വേ അസൈൻമെൻറ്റ്സ്. ഇഫ് യു ആർ യൂസിങ് ലാംഗ്വേജസ് ലൈക്ക് ML, Perl, Python and Ruby, multi way assignments are possible. Okay. Next is an important topic that is side effects. Side effect. രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ സൈഡ് എഫക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what do you mean by side effect? So by definition, side effect means execution ordering within expression is complicated by side effects. Means side effect occur ചെയ്യുന്നത് മെയിൻലി ഫങ്ഷൻസിൻ്റെ കേസിലാണ്. ഓക്കെ. അപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ സൈഡ് എഫക്റ്റ് പറയുന്നത്. So here we have a code in Java. That is, first one is a variable which is holding a value 1. Next is a function int increment. Then here passing a parameter a, b plus equal to 1, return a plus 1, and we are closing that particular function, and in the main c is equal to 3 star b star increment b. Okay. Consider here two results will be produced in two scenarios. ഈ ഒരു കോഡ് രണ്ട് റിസൾട്ടായിരിക്കും രണ്ട് സിനാരിയോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എക്സിക്യൂട്ടിംഗ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു c is equal to 3 star b star increment d b എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ബിഫോർ ഇൻക്രിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്? 3 star b. What is the value of b? Here 1. So 3 star 1 star increment b. Increment b എന്ന് പറഞ്ഞാൽ we are executing this. Okay. That is increment b equal to b plus 1. എന്താണ് b equal to b plus 1 means? Now the value of b is equal to 2. Okay. Then return a plus 1. അപ്പം ഇവിടെ റിട്ടേൺ ചെയ്യുന്നതാണ് 2 എന്ന് പറഞ്ഞ വാല്യൂ. ദറ്റ് ഈസ് 3 star 1 2. 3 star 1 is 3 star 2 എന്ന് പറയുന്നത് ഇതാണ് 6. ഓക്കെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക, ഞാൻ ഈ ഒരു ഓർഡറിൽ എന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഈ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. c is equal to ആദ്യമേ ഞാൻ ഹിയർ b the value is 1 and inside b ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് b equal to b plus 1 കൊടുത്തു. that is now the value of b is 2 and c is equal to 3 star b. So 3 star 2 star increment of b. Again we are performing increment of b. Increment of b b is equal to b plus 1. b plus 1 എന്ന് പറയുമ്പോഴത്തേക്ക് again അതിൻ്റെ വാല്യൂ എന്താണ്? It's 2. So 3 star 2 star 2 value will be 12 ആയിരിക്കും വാല്യൂ. ഓക്കെ. അപ്പം നമ്മളിവിടെ ഈ ഒരു ഓർഡറിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓർഡർ. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനെ അനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് വേരിയേഷൻ വരുന്നുണ്ട്. സച്ച് ആൻ എഫക്റ്റ് ഇസ് ടേംഡ് ആസ് സൈഡ് എഫക്റ്റ്.
ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സിക്യൂഷൻ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, ദ ഔട്ട്പുട്ട് ഈസ് വേരിയിങ്. Such an effect is termed as side effect. Okay, so by definition, execution ordering within expression is complicated by side effect. Okay, if the execution order gets mattered in the output of a particular code, then it's a സൈഡ് എഫക്റ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് രീതി പറഞ്ഞു. ആദ്യമേ നമ്മൾ ഈ സി എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻക്രിമെൻറ്റ്, അതിനകത്തൂടാണ് ഈ ഇൻക്രിമെൻറ്റ് കോൾ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. പകരം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സി സികൾ 3 സ്റ്റാർ ബി സ്റ്റാർ ഇൻക്രിമെൻറ്റ് ബി എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 12. ഓക്കെ, സോ ഹിയർ ഓർഡറിങ് ഈസ് എ മാറ്റർ. നമ്മൾ ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സൈഡ് എഫക്റ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈഡ് എഫക്റ്റ്. ഓക്കെ, സോ ബൈ ഡെഫിനിഷൻ, ഇഫ് ദ ഫംഗ്ഷൻ കോൾ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ 3 സ്റ്റാർ ബി, the final value of c is 12, and if the product is evaluated before the function call, the value of c is 6. Side effect and functions. Side effect means it's a context of function. A side effect is some permanent state change caused by the execution of a function. Side effects are a particular problem if they affect state used in other part of the expression in which the function call appears. For example, here a minus f of b minus c star d. Actually, ഇവിടെ എങ്ങനെ ചെയ്യുന്നത്, എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് സി സ്റ്റാർ ഡി. ഇവിടെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനകത്ത് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. രണ്ട് ഓപ്പറേറ്റേഴ്സ്, 2 different operators. First one is a minus operator, then is a star operator. അപ്പോൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്, ഇതിനകത്ത് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് സി സ്റ്റാർ ഡി, ഇവിടെ നമ്മുടെ പ്രസിഡൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സി സ്റ്റാർ ഡി ഹാസ് ടു ബി പെർഫോംഡ് ഫസ്റ്റ്. ദെൻ എന്താണ്, എ മൈനസ് എഫ് ഓഫ് ബി ആണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം പിന്നീടുള്ളത് 2 മൈനസാണ്. അതിനകത്ത് മൈനസ് ഓപ്പറേഷൻ എപ്പോഴും ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. അപ്പം എ മൈനസ് എഫ് ഓഫ് ബി ചെയ്യണം. അതിനുശേഷം മൈനസ് എന്താണ്, ഈ സി സ്റ്റാർ ഡി കിട്ടിയ വാല്യൂ ചെയ്യണം. ഓക്കെ, just go through this definition. Next functionality എന്ന് പറയുന്നത് orthogonality. Orthogonality means it's a feature that can be used in any combination. The combination make all sense. എന്ന് വെച്ചാൽ നമുക്ക് പല ഫീച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഫീച്ചേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ കമ്പൈൻ ചെയ്താലും അതൊരു സെൻസ് അല്ലെങ്കിൽ അതൊരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് എന്ന് പറയുന്നത് ഓർത്തോഗണാലിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെ നമുക്ക് മിക്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുകയും അങ്ങനെ എഴുതുമ്പോൾ അത് പുതിയൊരു അല്ലെങ്കിൽ ആ എഴുതുന്നതെല്ലാം നമ്മുടെ ലാംഗ്വേജിൽ ട്രൂ ആയിട്ട് വരുന്നു. മീൻസ് ഇറ്റ് മേക്സ് സെൻസ്. എന്ന് വെച്ചാൽ ചുമ്മാ അത് എഴുതല്ല, അത് ഇറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ്. അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഓർത്തോഗണൽ. അതാണ് ഓർത്തോഗണാലിറ്റി. ഫീച്ചേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി കോമ്പിനേഷൻ. ദറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓൾ മേക്ക് സെൻസ്. നമ്മൾ ഏത് കോമ്പിനേഷൻ എഴുതിയാലും ഇറ്റ് മേക്സ് സെൻസ്. ഓക്കെ, സോ ആൽഗോൾ 68 is primary example and is said to be expression oriented. ആൽഗോൾ 68 is an example. മീൻസ് ഈ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്യുന്ന ലാംഗ്വേജാണിത് ആൽഗോൾ 68. എന്ന് വെച്ചാൽ ആൽഗോൾ 68 ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. സിക്കകത്തൊന്നും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല. സി ഹാവ് സോ മെനി സിൻറ്റാക്സ്. സിക്ക് ഒരു സിൻറ്റാക്സ് ഒക്കെ ഉണ്ട്. ആ സിൻറ്റാക്സ് ഓർഡറിൽ തന്നെ എഴുതിയാൽ മാത്രമേ ആ പ്രോഗ്രാം ഗെറ്റ് കമ്പൈൽഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൽഗോൾ 68 ഹിയർ അങ്ങനൊന്നുമില്ല. whatever features are available in alcohol 68 can be combined in any way. All that combination will make the sense. It is termed as orthogonality. Okay, so സിയുടെ കാര്യത്തിൽ സിക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെല്ലാം കൂടെ ആ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് തോന്നിയ രീതിയിൽ എഴുതാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ല.
എഴുതി കഴിഞ്ഞാൽ ദേ കംസ് സിൻടാക്സ് എറർ. സിക്ക് ഒരു സിൻടാക്സ് എറർ, ആ സിൻടാക്സ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓർത്തോഗണൽ ലാംഗ്വേജ് like ALGOL 68, all the features can be combined in any way. യൂസറിന് ഏത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം ALGOL 16 ലാംഗ്വേജ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമറിന് ഏത് രീതിയിൽ വേണമെങ്കിലും ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഏത് കോമ്പിനേഷൻ എഴുതിയാലും ഇറ്റ് മേക്സ് സെൻസ്. ഒരിക്കലും അതൊരു എററായി മാറില്ല. ഓക്കെ, സോ ഹിയർ ഇസ് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കി. ALGOL 68 എഴുതിയേക്കുന്ന ഒരു കോഡാണിത്. ബിഗിൻ A equal to ALGOL 68 അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇങ്ങനെയാണ് എഴുതുന്നത്. ഫുൾ കോളൻ ഈക്വൽ ടു ഇഫ് B ലെസ് ദാൻ C then D else E. A is equal to if B less than D, C then D else E. What does it mean? It means if B is less than C then value of A is D else E. ഓക്കെ, ഒറ്റ ഇതിലും നമ്മൾ എഴുതിയിരിക്കണം, ഒറ്റ സ്ട്രെച്ച് നമ്മൾ എഴുതിയേക്കണം. ഇനി അതേ കണക്ക് അനദർ എഴുതിയിരിക്കുകയാണ്. A equal to begin f of b then g of c end. എന്നുവെച്ചാൽ എന്താണ്, എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതിനകത്തായിരിക്കണം, ജി ഓഫ് സിയിലായിരിക്കണം. നമ്മൾ തുടക്കം നമുക്ക് എഫ് ഓഫ് ബി ചെയ്യാം, അതിനിടയ്ക്ക് നമുക്ക് ഏത് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ എൻഡിങ് ഏതായിരിക്കണം, ജി ഓഫ് സി ആയിരിക്കണം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ജി ഓഫ് ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ വെറുതെ കോൾ ചെയ്യുന്നു. ദെൻ 2 + 3 എന്ന് പറഞ്ഞാൽ എന്ത് റിട്ടേൺ ചെയ്യും, 5 റിട്ടേൺ ചെയ്യും. ദെൻ അത് എൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് എ വാല്യൂ ഓർ ദിസ് ഈസ് എ വാലിഡ് കോമ്പിനേഷൻ ഇൻ ALGOL 68. ALGOL 68 ഒരു കോഡാണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഈ കോഡുകളൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ലാത്ത കണക്ക് തോന്നും. ബട്ട് ഓൾ ദീസ് കോമ്പിനേഷൻസ് മേക്ക് സെൻസ് സിൻസ് ഇറ്റ് ഈസ് ആൻ ഓർത്തോഗണൽ ലാംഗ്വേജ്. ഓക്കെ, ALGOL 68 ഒരു കോഡാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ സിയിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദിസ് വിൽ ലീഡ് ടു എ സിൻടാക്സ് എറർ അല്ലേ? കാരണം ഇങ്ങനൊന്നും സിക്കകത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. സി ഹാസ് എ പെർട്ടിക്കുലർ സ്ട്രക്ചർ, യു ഷുഡ് ഹാവ് ടു ഫോളോ ദാറ്റ് സ്ട്രക്ചർ. ബട്ട് ഇൻ ALGOL 68 സിൻസ് ഇറ്റ്സ് എ ഓർത്തോഗണൽ ലാംഗ്വേജ്, all its features can be combined in any way and all the combinations will make sense. Okay, so ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓരോ ലൈൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബട്ട് all of this will make sense in ALGOL 68. ALGOL 68 this is a very correct coding. Okay, next comes the short circuit evaluation. Short circuit evaluation means that when evaluating Boolean expressions Boolean expressions എന്ന് പറയുമ്പോഴത്തേക്ക് it should contains logical and or operator. You can stop as soon as you find the first condition which satisfy or negate the expression. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്, ബോത്ത് കണ്ടീഷൻസ് ട്രൂ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ട്രൂ. ദെൻ ഒരെണ്ണം ട്രൂവും അനദർ ഫോൾസും ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ട്രൂ ആൻഡ് ഫോൾസ്. ദെൻ ഫോൾസ് ആൻഡ് ട്രൂ അഗെയിൻ ഫോൾസ് ആൻഡ് ഫോൾസ്. അപ്പം ആൻഡിൽ രണ്ട് എക്സ്പ്രഷനിൽ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആയാൽ തന്നെ എന്താകും, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ തന്നെ ഫോൾസായി മാറും. ട്രൂത്ത് ടേബിൾ നിങ്ങൾ ഓർക്കുക, ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് ബോത്ത് കണ്ടീഷൻസ് ആർ ട്രൂ, രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നെ ഫോൾസായി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഔട്ട്പുട്ട് വിൽ ബി ഫോൾസ്. അതാണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഇപ്പം ആൻഡിൻ്റെ ഒരു എക്സ്പ്രഷനായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിനകത്ത് ആൻഡിലെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയപ്പോൾ തന്നെ അതെന്തായി, അത് ഫോൾസായി. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇഫ് വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഫോൾസ് ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഓപ്പറേഷൻ വിൽ ബി ഫോൾസ് ഇറ്റ് സെൽഫ്. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞത് ആ സെക്കൻഡ് വൺ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കട്ട് ഡൗൺ ചെയ്തു, നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തു പോലുമില്ല, നമ്മൾ വളരെ ഷോർട്ടൻ ചെയ്തു ഇവാലുവേഷൻ. അതാണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. So once more, short circuit evaluation means that when evaluating Boolean expression, particularly logical and or, you can stop as soon as you find the first condition
വിച്ച് സാറ്റിസ്ഫൈ ഓർ നെഗേറ്റ് ദി എക്സ്പ്രഷൻ. ഒന്നുകിൽ നമ്മുടെ എക്സ്പ്രഷനെ നെഗേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതോ. മീൻസ് ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ ഓറാണ്, ഓർ ഓപ്പറേഷനാണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത്. ഓർ ഓപ്പറേഷൻ ട്രൂ ടേബിൾ എങ്ങനെ, ഇഫ് ബോത്ത് ആർ ട്രൂ, ട്രൂ. ട്രൂ ഓർ ഫോൾസ്, ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. ഫോൾസ് ഓർ ട്രൂ, ട്രൂ. ഫോൾസ് ഓർ ഫോൾസ്, ഫോൾസ്. അപ്പോൾ അതിനകത്ത് ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ തന്നെ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. അപ്പോൾ മറ്റേത് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് മീൻസ് വെൻ ഇവാലുവേറ്റിംഗ് ബൂളിയൻ എക്സ്പ്രഷൻ യു ക്യാൻ സ്റ്റോപ്പ് ആസ് സൂൺ ആസ് യു ഫൈൻഡ് ദ ഫസ്റ്റ് കണ്ടീഷൻ വിച്ച് സാറ്റിസ്ഫൈസ്. ഒന്നുകിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു മീൻസ് ട്രൂ, അല്ലെങ്കിൽ ഒന്നുകിൽ ഫാൾസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. Special property of Boolean expression that the whole expression has not been computed in order to determine its value. അതൊരു ബൂളിയൻ എക്സ്പ്രഷൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് എ ബൂളിയൻ എക്സ്പ്രഷൻ നീഡ് നോട്ട് ടു ബി ഇവാലുവേറ്റഡ്. ഓക്കെ, ദാറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് we can determine the value of its output. For example നോക്കിയേ, A less than B and B less than C. If A greater than or equal to B, no need to check. ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്, if A less than B and B less than C, this is the expression. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ തന്നെ A greater than B എന്നാണ് നമുക്ക് കിട്ടിയത്. A less than B and B less than C. ചെക്ക് ചെയ്തപ്പോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഫോൾസായി, ആൻഡിൽ ഒരെണ്ണം ഫോൾസ് ആയാൽ തന്നെ ഔട്ട്പുട്ട് വിൽ ബി ഫോൾസ് അല്ലേ? ആൻഡിന് ഒരെണ്ണം ഫോൾസ് ആയാൽ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പം എ ലെസ് ദാൻ ബിയിൽ ഈ ഒരു കണ്ടീഷൻ എ ലെസ് ദാൻ ബി അല്ല, നമ്മൾ ചെക്ക് ചെയ്തപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദർ ഇസ് നോ നീഡ് ടു ഇവാലുവേറ്റ് ബി ലെസ് ദാൻ സി, ബിക്കോസ് ഇവിടെ തന്നെ ഫോൾസായി, ഒരെണ്ണം ഫോൾസ് ആയാൽ തന്നെ ഔട്ട്പുട്ട് വിൽ ബി ഫോൾസ്. ഓക്കെ, സോ വി ക്യാൻ ബൈപ്പാസ് ദിസ് ചെക്കിങ്. ഈ ബി ലെസ് ദാൻ സി എന്നുള്ള കണ്ടീഷൻ ചെക്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി ഫോർ എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ഗ്രേറ്റർ ദാൻ സി. അടുത്തൊരു എക്സ്പ്രഷൻ എ ഗ്രേറ്റർ ദാൻ ബി, അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗ്രേറ്റർ, അത് ട്രൂ ആയി. ഓറിൽ ഒരെണ്ണം ട്രൂ ആയാൽ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബി ഗ്രേറ്റർ ദാൻ സി ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദിസ് ഇസ് ടേംഡ് ആസ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഒരു എക്സ്പ്രഷനകത്ത് ഒരെണ്ണം തന്നെ ട്രൂ അല്ലെങ്കിൽ നമ്മുടെ ഫോൾസ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാം. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഓക്കെ, നോക്കിക്കേ, ഷോർട്ട് സർക്യൂട്ടിംഗ് ഈസ് വെയർ ആൻ എക്സ്പ്രഷൻ ഇസ് സ്റ്റോപ്ഡ് വെൻ ഇവാലുവേറ്റിംഗ് ആസ് സൂൺ ആസ് ഇറ്റ്സ് ഔട്ട്കം ഈസ് ഡിറ്റർമൈൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങി തന്നെ നമുക്കൊരു കുറച്ച് ആയപ്പോൾ തന്നെ വി ക്യാൻ ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട്. നമുക്കതിനെ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. We can stop its further execution. It is known as short circuit evaluation. Okay, for example, if A equal to B or A equal to D or C equal to F, do something. അതിനകത്ത് ഇഫ് A equal to B ഇത് തന്നെ ട്രൂ ആണെങ്കിൽ, ഒരെണ്ണം ട്രൂ ആയാൽ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ട്രൂ. അപ്പോൾ നമുക്കിവിടെ C equal to D ആണോന്നും E equal to F ആണോന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. That is, if A equal to B is true, then C equal to D and E equal to F are never evaluated at all, because the expression's outcome has already been determined. ഒരെണ്ണം ട്രൂ ആയപ്പോൾ തന്നെ ഓറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, പക്ഷേ ഇത് ഫോൾസ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇവാലുവേറ്റ് ദിസ് വൺ. ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ട്രൂ ആയി വന്നു കഴിഞ്ഞാൽ ഇത് ഇവാലുവേറ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഇതും ഫോൾസ് ആയി വന്നു കഴിഞ്ഞാൽ നോ വി ഹാവ് ടു ഇവാലുവേറ്റ് ദിസ്. ഓക്കെ, if A equal to B is false, then we have to evaluate C equal to D. If it is also false, then we have to evaluate E equal to F. അല്ല, ഇത് ട്രൂ ആയി വന്നു കഴിഞ്ഞാൽ ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, one great example for shortcut evaluation is related to object reference. For example, ഇവിടെ ഒരു കണ്ടീഷൻ, if A not equal to null and
എ ഡോട്ട് ഗെറ്റ് ഫോ നോട്ട് ഈക്വൽ ടു 42 ഡു സംതിങ്, കുറച്ച് കോഡ്. അപ്പോൾ ആദ്യമേ എ നോട്ട് ഈക്വൽ ടു നൾ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ ഒരു ആൻഡാണ് ഇവിടെ, ലോജിക്കൽ ആൻഡാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എ ഈക്വൽ ടു നള്ളായി. എ ഈക്വൽ ടു നള്ളായെങ്കിൽ പിന്നെ ഇവിടെ ഈ ഫംഗ്ഷനൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഒരാവശ്യവും ഇല്ല. നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എ ഡോട്ട് ഗെറ്റ് ഫോ വുഡ് നോർമലി ത്രോ എ നൾ പോയിൻ്റർ ഇഫ് എ വെയർ നൾ. ഇത് നള്ളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു നൾ പോയിൻ്റർ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ബട്ട് because the expression short circuits, if a not equal to null is false, then a dot get foo part will never happen, so we don't get an exception. Okay, ഇവിടെ ആക്ച്വലി എ ഡോട്ട് ഗെറ്റ് ഫോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അവിടെ ഒരു എററാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എററാണ് വരുന്നത്. പക്ഷേ ഇവിടെ എ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ കണ്ടീഷൻ എ ഈക്വൽ ടു നള്ളായി. നള്ളായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്നും എക്സിറ്റ് ആയി പോവും. പകരം എന്ത് കാണിക്കില്ല? എക്സെപ്ഷൻ കാണിക്കില്ല. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് എക്സാമ്പിൾ ഓൾസോ. ഓക്കെ, so these are the benefits, examples and drawbacks of using short circuit evaluation. First benefit is we can save execution time, അല്ലേ? നമുക്ക് കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട, എക്സ്പ്രഷൻ അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇഫ് യു ക്യാൻ ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട് ദെൻ വി ക്യാൻ സ്റ്റോപ്പ് ദെയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെനിഫിറ്റ്, ദാറ്റ് ഇസ് വി ക്യാൻ സേവ് ടൈം. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഈസ് ചേഞ്ച് ദ സിമാറ്റിക് ഓഫ് ദി ബൂളിയൻ എക്സ്പ്രഷൻ. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക്, എക്സാമ്പിൾ മീൻസ് ദ സിനാരിയോ വെയർ വി യൂസ് ദി ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഇറ്റ് ഇസ് traversing a list, indexing an array, division by 0, then full evaluation would leads to a runtime error. Okay, drawback means what? Sometimes we really want the full evaluation. ചില ടൈമിൽ എന്തൊക്കെയാണ് പറഞ്ഞാലും we have to complete the evaluations. So this is a university question. Given a code for the following source with and without short circuit evaluation. ആക്ച്വലി ഇതിപ്പം നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കാണിക്കും. ജസ്റ്റ് ഇപ്പം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ വെച്ചും കൊണ്ട് എന്താണെന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. കോഡ് ഇവിടെ നമ്മളത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഗീവ് ദ കോഡ്, ഇതിൻ്റെ കോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കോഡ് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് നോക്കുക. ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓർ ഇ നോട്ട് ഈക്വൽ ടു എഫ് then close, else close. Here short circuit evaluation means when evaluating the Boolean expression, logical and or, you can stop as soon as you can find the first condition which satisfy or negate the expression. See short circuit, it's and or operator and use 0 for both null and false. Okay, ഇവിടെ ജസ്റ്റ് നമ്മൾ എന്താണ് ആൻഡും ഓറും ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യണമെന്നോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ച്വലി ഇതല്ല ചോദിച്ചിരിക്കുന്നത്. വി ഹാവ് ടു റൈറ്റ് ദ കോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ that we will discuss in the next video. Okay, thank you.